പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിന്നെയും ഈ ശനിയാഴ്ച ദൈവസന്നിധിയിൽ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ ആയിരിക്കുവാൻ, തിരുവചനം പഠിക്കുവാൻ, ചിന്തിക്കുവാനൊക്കെ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് 8, 9, 10 അധ്യായങ്ങളാണ് നാം പഠിച്ചിരുന്നത്. ഇന്ന് നാം 11-ാം അധ്യായമാണ്. 1 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. തിരുവചനങ്ങളുടെ ഓരോ ആഴങ്ങൾ, മർമ്മങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത് പഠിച്ച് നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കുവാനോ അറിവ് വർദ്ധിപ്പിക്കുവാനോ അല്ല, അതിലെല്ലാം ഉപരിയായി ഈ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാം എന്നുള്ളതാണല്ലോ നമ്മുടെ ഈ വചന പഠനത്തിൻ്റെ ഒരു ഉദ്ദേശം. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വാക്യങ്ങളെ ചിന്തിക്കാം. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഈ അധ്യായത്തില് 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസഭയിലെ ആരാധനയുടെ ഓർഡറിനെ കുറിച്ചാണ് നാം കാണുന്നത്. ആരാധന എങ്ങനെയായിരിക്കണം, അതിനകത്ത് ദൈവസഭയിലെ ഡിസിപ്ലിൻ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പൗലോസ് വളരെ വിശദമായിട്ട് ഈ കൊരിന്ത്യ സഭയെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ആ ഒരു പാരമ്പര്യം, ആ ഒരു പശ്ചാത്തലം നമ്മുടെ ജീവിതത്തിലും വളരെ അനുഗ്രഹമായിരിക്കും. അതിനുശേഷം 11 മുതൽ 20 വരെയുള്ള 34 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ മേശയെക്കുറിച്ച് ഉള്ള വാക്യങ്ങളാണ്. ഭാഗങ്ങളിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതിന്റെ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പല ബൈബിളിലും അത് തുടങ്ങുന്നത് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നത് പോലെ എൻ്റെ അനുകാരികളാകുവൻ. ചില ബൈബിളില് 10-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം ത്തിലാണ് ആ ഒരു അധ്യായം തുടങ്ങുന്നത്. ഈ 10-ാം അധ്യായത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തൊട്ട് വായിച്ചു. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവേൻ. 10-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം. ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഇംഗ്ലീഷ് ബൈബിളില് ഈ 1-ാമത്തെ വാക്യം 10-ാം അധ്യായത്തിന്റെ അവസാനത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നത് പോലെ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകും. ഇത് വളരെ കുഴപ്പം പിടിച്ചൊരു വാക്യമാണ്. പലപ്പോഴും നാം പ്രസംഗിക്കുമ്പോഴും നാം പറയുമ്പോഴും ഒക്കെ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ നോക്കണ്ട, കർത്താവിനെ നോക്കുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും ശരിയാണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, പലരും നമ്മളെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയൊരു കുറ്റം, നിങ്ങൾ ഈ പറയുന്നതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദൈവ പൈതൽ എന്നുള്ള രീതിയിൽ നമ്മളെ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളും കർത്താവിന്റെ ശുശ്രൂഷകന്മാരാണ്. അപ്പൊ അവരെ കുറിച്ച് സമൂഹം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മളെക്കുറിച്ച് ദൈവം എന്താണ് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ പറയാനായിട്ട് കഴിയുമോ? ബി ആൻ ഇമിറ്റേറ്റർ ഓഫ് മീ ആസ് ഐ ആം ഓഫ് ക്രൈസ്റ്റ്. സത്യത്തില് ഇന്നലെ ഞങ്ങള് യൂണിവേഴ്സിറ്റിയിലെ മീറ്റിങ്ങില് ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് തൊടുവാനായിട്ടിടയായി, കുഞ്ഞുങ്ങളോട് പറയുവാനായിട്ടിടയായി. നിങ്ങളെ കൂടെയുള്ള ചുറ്റുപാടുമുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾക്കും ദൈവമില്ലാത്തവരാണ്. ഇവിടെയൊക്കെ അങ്ങനെയാണ്. അവിടുത്തെ ദൈവമില്ലാത്ത കുഞ്ഞുങ്ങൾ, പലരും മറ്റു വിശ്വാസങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ. ഇവരുടെ ഇടയിൽ നിങ്ങൾക്ക് പോയി സുവിശേഷം പറയുന്നത് ഇന്നത്തെ പുതിയ നിയമമൊക്കെ അനുസരിച്ച് അതൊക്കെ ഹേറ്റ് സ്പീച്ചായിട്ട് കൺസിഡർ ചെയ്യുകയും അതൊക്കെ ക്രിമിനൽ കുറ്റമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്? അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ബി ആൻ ഇമിറ്റേറ്റർ ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ നമ്മൾ എൻ്റെ അകത്ത് വന്ന ഒരു ചിന്ത, നമ്മൾ ആ കർത്താവിൻ്റെ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പൂർണ്ണമായ ഒരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറയുവാനായിട്ട് കഴിയും. എന്നെ നോക്കുവിൻ,
എല്ലാവരും ആരും പൂർണ്ണരല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളെ ജീവിതത്തിലും ഇത് ഇങ്ങനൊരു സാക്ഷ്യം നമുക്ക് പറയുവാനായിട്ട് കഴിയണം. നിങ്ങൾ എന്നെ നോക്കുവിൻ, എൻ്റെ കുടുംബജീവിതം നോക്കുക. നിങ്ങൾ കർത്താവിനെ ഞാൻ അനുഗമിക്കുന്നത് പോലെ നിങ്ങളും അനുഗമിച്ചാൽ നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്ത് ചെല്ലും. പല പല ചിന്തകൾ ഇതിനോട് ചേർന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് കഴിയും. കാര്യം ഇന്നത്തെ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. കാര്യം നമ്മുടെ സഭയിലുള്ള കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലും അഭിഷേകത്തിലും ഉള്ളവർ പോലും വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ട ഒരു നിലവാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. കാര്യം പലപ്പോഴും കർത്താവിനെ കുറിച്ചുള്ള അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ദൈവത്തെ, ഞാൻ പറഞ്ഞത് തിയോളജി മുഴുവനും അറിഞ്ഞിട്ട് ദൈവത്തെ ഫോളോ ചെയ്യണമെന്നോ രക്ഷിക്കപ്പെടണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ആ ദൈവത്തെ പേഴ്സണലായിട്ട് പലരും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാര്യം എല്ലാവരും സ്നാനപ്പെടുന്നു, അതുകൊണ്ട് ഞാനും സ്നാനപ്പെടുന്നു, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാനും പറയുന്നു. അതിലെല്ലാം ഉപരിയായി ഇതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണല്ലോ, ഇത് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു എൻകൗണ്ടർ ആണല്ലോ. ഈ കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. കാര്യം ദൈവദാസന്മാർക്കും ദൈവസഭയിലുള്ളവർക്കും ഒക്കെ ഈ ഒരു വലിയ ചോദ്യം, ഇവരൊക്കെ യഥാർത്ഥമായിട്ടും രക്ഷിക്കപ്പെട്ടവരാണോ? യഥാർത്ഥമായിട്ടും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയുന്നു? എങ്ങനെ ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയുന്നു? എങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല, നിങ്ങൾ കർത്താവിനെ നോക്കിയാൽ മതി, എന്നെ നോക്കരുത്. അങ്ങനെയുള്ളവർ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെട്ടവരല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരേ ഡയറക്ഷനിൽ, കർത്താവിൻ്റെ ആ ക്രൂശിന്റെ ഡയറക്ഷനിൽ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പേ നിങ്ങളെക്കാൾ സ്പിരിച്വലി മെച്യൂർ ആയിട്ടുള്ളവർ കാണും, നിങ്ങളെക്കാൾ കുറഞ്ഞ ഒരു മെച്യൂരിറ്റിയിലുള്ളവർ കാണും. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയും, എന്നെ ഫോളോ ചെയ്യുക, അല്ലെ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുക. കാര്യം നിങ്ങളെ ഫോളോ ചെയ്യുന്നതോട് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ റോൾ മോഡൽ ആകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ അവർ കർത്താവിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യും. പൈസല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് നാം മാറണം. ഒരു ഉദാഹരണോട് ഞാൻ പറയാം. പലപ്പോഴും ഈ പ്രീച്ചിങ്ങും ഈ മോഡൽ ആകാത്തതിൻ്റെയും തമ്മിലുള്ള ഒരു വ്യത്യാസം എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഇന്നോലെ പാസ്റ്ററെ, എല്ലാ ദിവസം ഈ ഞായറാഴ്ച മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു നല്ലൊരു കാര്യം പുള്ളി എന്നോട് പറഞ്ഞു. ഞായറാഴ്ച മീറ്റിംഗ് കഴിയുമ്പോൾ പാസ്റ്റർ ഒരു കാര്യം ചെയ്യണം, ഈ സ്ട്രീറ്റിൽ പോയി സുവിശേഷം പറയണം, അല്ലെങ്കിൽ സ്ട്രീറ്റിൽ പോയി ട്രാക്ട് കൊടുക്കണം. കേൾക്കുമ്പോൾ നല്ലൊരു ആശയമാണ്. പക്ഷെ പുള്ളി എന്നോട് അടുത്തൊരു വാക്ക് പറഞ്ഞത്, പക്ഷെ എനിക്ക് വരാൻ പറ്റത്തില്ല. കാര്യം ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പ്രശ്നമാകാതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. പക്ഷെ പാസ്റ്റർ എല്ലാ ആഴ്ചയിലും അങ്ങനെ പോയി ചെയ്യണം. എന്നാ ഞാൻ വേറൊരു ഉദാഹരണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ, ഞാനിത് കേട്ടു. അപ്പോൾ എനിക്ക് അതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ സമയത്ത് എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂസ് ആയിട്ട് പോയി ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ഇതേ ഒരു കാര്യം തന്നെ വേറൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ, മറ്റൊരു സ്ഥലത്ത്, നേരത്തെ ആയിരുന്ന സ്ഥലത്ത് അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം വെള്ളക്കാരനാണ്. ഈ ഫയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആയ ഒരു വ്യക്തിയാണ്. ഈ മനുഷ്യൻ എല്ലാ ദിവസവും, എല്ലാ വീക്കെൻഡ്സിലും പുള്ളി ഒരു സ്ഥലത്ത് പോയി നിന്ന് സുവിശേഷം പ്രസംഗിക്കുകയും അനേകർക്ക് ട്രാക്റ്റുകൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അത് താൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ കമ്മിറ്റ്മെൻറ്റും അദ്ദേഹം ഈ ചെയ്യുന്നതൊക്കെ കണ്ട് ഞാൻ പലപ്പോഴും പുള്ളിയുടെ അടുത്ത് പോയി നിൽക്കുകയും പുള്ളിയെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഈ വ്യക്തി നമ്മളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ അടുത്ത ആഴ്ചയും വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അനേക ആഴ്ചകളിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയും നിൽക്കുകയും ട്രാക്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ആര് വന്നാലും വന്നില്ലെങ്കിലും ഈ മനുഷ്യൻ കറക്റ്റായിട്ട് അവിടെ പോയി ചെയ്യും.
അപ്പൊ ഇദ്ദേഹം ഇൻവൈറ്റ് ചെയ്തത് കൊണ്ടല്ല ഞങ്ങൾ പലരും അവിടെ പോവുകയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയും ട്രാക്ട് കൊടുക്കുകയൊക്കെ ചെയ്തത്. കാര്യം അദ്ദേഹം വെച്ചിരിക്കുന്ന ആ പുള്ളി കാണിച്ച ഒരു എക്സാമ്പിളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂർണ്ണനാണെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഹി ക്യാൻ ബി എ റോൾ മോഡൽ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ ഒരു വാക്യം നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞു തള്ളാതെ നമുക്ക് ദൈവരീതിയിൽ അങ്ങനെ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എഫേസ്യ ലേഖനം പറയുമ്പോൾ ഈ ദൂതന്മാരെ വിളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ആക്കുന്നത്. ആ ഒരു മോഡിഫിക്കേഷൻ, ആ ഒരു പ്രോസസ്സിലൂടെയാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ മാസ്റ്റർ പീസായ നമ്മള് കൂടെ ഉള്ള ആൾക്കാർക്ക് ഒരു മാതൃകയാകുന്നില്ലെങ്കിൽ അത് വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷനാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പകരം വെക്കാവുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ നാം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ഇത്ര എക്സാമ്പിളൊക്കെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം പലപ്പോഴും നമ്മൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കാറില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുവാനായിട്ടിടയായത്. ഇപ്പൊ പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ അകത്തൊരു ക്രൈസ്റ്റ് ലൈക്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഈസ് ഓൾവേസ് ഡെറിവേറ്റീവ് ആൻഡ് കർത്താവിൽ റൂട്ടഡ് ആയിരിക്കണം. അതൊരു പൊസിഷൻ വെച്ചല്ല പറയുന്നത്. അപ്പം എല്ലാ വിശ്വാസികളും, നോട്ട് ജസ്റ്റ് എ ലീഡേഴ്സ്, എല്ലാ വിശ്വാസികളും. ഇപ്പം പലപ്പോഴും വിചാരിക്കുമോ അത് പാസ്റ്റേഴ്സിനും അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നവർക്കും മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന്. അല്ല, ഓരോ വിശ്വാസികൾക്കും നിങ്ങളുടെ ആയിരിക്കുന്ന സ്കൂളുകളിൽ, നിങ്ങളുടെ കോളേജുകളിൽ, നിങ്ങളായിരിക്കുന്ന ഓഫീസുകളിലൊക്കെ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാകുക എന്നുള്ളതാണ്. നിങ്ങളെ നോക്കുന്നവർ നിങ്ങളുടെ സ്വഭാവം കാണുമ്പോൾ, നിങ്ങളുടെ രീതികൾ കാണുമ്പോൾ, നിങ്ങളുടെ സംസാരങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവസഭയിൽ ആരാധനയിലുള്ള അച്ചടക്കത്തെക്കുറിച്ചും പറയുന്നു. അപ്പൊ അതിന് മുമ്പിട്ട് പൗലോസ് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികൾ ആകുകയും ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ, ഇമിറ്റേറ്റ് ചെയ്യുന്നവരാകുക. അടുത്ത വാക്യം ഒന്ന് വായിക്കും, 2-3 വാക്യം. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ഒരു വിഷയത്തില് പൗലോസ് പറയുന്നു നിങ്ങളെ പുകഴ്ത്തി. 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളില്, വാക്യങ്ങളില് അവരോട് അവർക്കുള്ള നല്ല ഗുണങ്ങളെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യം, അവിടെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ട്രഡീഷനിലാണ്, അതിന്റെ ബേസിലാണ് ഈ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ പൗലോസ് അതിന്റെ തിയോളജിയും 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അവിടെ ഒരു റിലേഷണൽ ഓർഡർ ഓഫ് ലവിങ് അക്കൗണ്ടബിലിറ്റി ആണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. ഇത് ഒരാൾക്ക് കീഴടങ്ങിയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു അക്കൗണ്ടബിലിറ്റിയുടെ, ഒരു ലവിങ് അക്കൗണ്ടബിലിറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒരു ഹെഡ്ഷിപ്പ്, ഇവിടെ ഒരു ഹൈറാർക്കി കൺട്രോൾ അല്ല ഇവിടെ പറയുന്നത്. അതിനുപരിയായിട്ട് ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഓരോ റോളുണ്ട്. വി ഓൾ ഹാവ് എ റോൾസ്. അപ്പൊ ആ റോള് പ്ലേ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്. ദൈവസഭയിലാണെങ്കിലും ഭവനത്തിലാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. അപ്പന്റെ റോള് കുഞ്ഞുങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സുഖമായിട്ട് കാര്യങ്ങൾ പോകത്തില്ല. അപ്പം ഇത് തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അവിടെ ആദ്യത്തെ കാര്യം അതാണ്, റിലേഷൻ ഓർഡറാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ക്രൈസ്റ്റ് ഈസ് നോട്ട് ഇൻഫീരിയർ ടു ദ ഫാദർ. ഇപ്പം വൈഫിനെ സംബന്ധിച്ചും അതാണ്, അതൊരു ഇൻഫീരിയർ ടു ഹസ്ബൻഡ് ആയിട്ടല്ല അവിടെ കാണുന്നത്. വൈഫിൻ്റെതായ ഒരു റോളാണ് ദൈവസഭ, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തില് ഹസ്ബൻഡുമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഹസ്ബൻഡ് ലീഡ് സാക്രിഫിഷ്യലി ആസ് ക്രൈസ്റ്റ് ലവ് ദ ചർച്ച്. അതൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം.
ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ലോർഡ്. അപ്പൊ ഇതാണ് ഈ ദൈവസഭ അല്ലെങ്കിൽ ഭവനം. ഇതിനകത്തെല്ലാം ഒരു ഓർഡർ പൗലോസ് കൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ദൈവസഭയിലും ഇങ്ങനെ ഒരു ഓർഡർ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ക്രമമായിട്ടും ചന്തമായിട്ടും നടക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദൈവസഭയിലുള്ള അതോറിറ്റി എന്ന് പറയുന്നതും ഇറ്റ്സ് എന്തുവാ സെർവൻഹുഡ്. ഇതാണ് ഒരു കഥാവ് ശിഷ്യന്മാരുടെ കാല് കഴിവതുപോലെ ഇവിടെ ഉള്ള അതോറിറ്റിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതോറിറ്റിക്കകത്ത് ഒരു സ്നേഹമുണ്ട്. അതോറിറ്റിക്കകത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ആ ഒരു കടമ, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു ക്രിസ്ത്യൻ അതോറിറ്റി. അതാണ് ദൈവസഭയുടെ ഒരു അതോറിറ്റി. അതിന്റെ 4-5 വാക്യങ്ങൾ, 4-5-6 വാക്യങ്ങൾ വായിക്കാം. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം, ആ ഒരു വിഷയം കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, കർത്താവ് സ്ത്രീകൾ മൂടുപട വിടുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. ഇവിടെ പല ചോദ്യങ്ങൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് കഴിയും. ഇവിടെ ഒരു കാര്യം പൗലോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ബോത്ത് മെൻ ആൻഡ് വുമൺ ആക്റ്റീവ്ലി പ്രേയ്ഡ് ആൻഡ് പ്രോഫസൈസ്ഡ് ഇൻ പബ്ലിക് വർഷിപ്പ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മൂടുപടമിട്ട് ചെയ്യട്ടെ എന്നുള്ള കാര്യം പൗലോസ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത്, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചർ, ചില കാര്യങ്ങൾ ഡോക്ടറിനൽ തിയോളജിക്കലി വളരെ ക്ലിയർ ആണ്, ചിലത് കൾച്ചറൽ ഓറിയന്റഡ് ആണ്. ചില പാറ്റേൺസ്, ചില കൾച്ചർ അത് കാലഘട്ടങ്ങളിൽ പലപ്പോഴും മാറാറുണ്ട്. അപ്പൊ ചില കൾച്ചറിൽ അത്ര അങ്ങോട്ട് അക്സെപ്റ്റബിൾ ആയിട്ട് എടുക്കാറില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പഴയ കാലങ്ങളിൽ ഇന്നത്തെ ഒരു ഡ്രസ്സിങ് രീതി പഴയ കാലങ്ങളിലെ ചർച്ചിൽ അല്ലെങ്കിൽ ഒരു 20 വർഷത്തിന് മുമ്പിട്ട് പലപ്പോഴും നമ്മുടെ ചർച്ചസിലൊന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. അപ്പൊ ചില കാര്യങ്ങൾ ഈ കൾച്ചറിൽ നിന്ന് വരുന്നതുണ്ട്, പാറ്റേണിൽ നിന്ന് വരുന്നതുണ്ട്. അപ്പം പൗലോസ് പല കാര്യങ്ങളും ഈ മാനേഴ്സ് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, അന്നത്തെ കൾച്ചറിന് പറ്റിയ മോഡേൺ ആയിട്ടുള്ള അന്നത്തെ കൾച്ചറിന് പറ്റിയ ഡ്രസ്സിങ് രീതി അല്ലെങ്കിൽ അതിന് തക്കവണ്ണമുള്ള ഒരു ഓർഡറാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സ്ത്രീകള് തല കവർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗവും അത് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. ഇപ്പൊ ഈ പുതിയ നിയമസഭ ഏത് കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്? ഞാൻ പലപ്പോഴും ഈ വാക്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിനകത്ത് വന്ന ഒരു കാര്യം, പലപ്പോഴും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ പെന്തക്കോസ്റ്റൽ ചർച്ചൊക്കെ എങ്ങോണ്ടോ ഇംഗ്ലീഷുകാരുടെ രീതിയൊക്കെ ഫോളോ ചെയ്തു വന്ന അല്ലെങ്കിൽ പുതിയ കാലങ്ങളിലുള്ള ഒരു കണ്ടുപിടുത്തമാണ് എന്നൊക്കെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു ചിന്താഗതി. സത്യം പറഞ്ഞാൽ പെന്തക്കോസ്റ്റൽ ചർച്ച ആണ് അല്ലെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട് അങ്ങനെ വേർപെട്ട ഒരു കൂട്ടമാണ് യഥാർത്ഥമായിട്ടും ആദിമ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലുള്ള അപ്പോസ്തലന്മാർ ഉണ്ടായിരുന്ന ആ ദൈവസഭയുടെ പാറ്റേണും കൾച്ചറുമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള ചർച്ചസ് ആണ് ഈ കാത്തലിക്കും അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സിറിയൻ ചർച്ചസും മലങ്കര ചർച്ചസും ഒക്കെ. അവർ കുറച്ചുകൂടെ അന്നുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വന്നത്. ഞാൻ അതിനകത്തോട്ട് പോകുന്നില്ല. അപ്പൊ പൗലോസ് ഇവിടെ പറയുന്ന അന്ന് ആ കാലഘട്ടത്തിലുള്ള ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഈ ഹെഡ് കവറിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രോഫസൈസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ആ കാലഘട്ടത്തിന്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ അതിനകത്തുണ്ടായിരുന്നു. അന്ന് ആ സഭയിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഇത് ദൈവസഭയാണ്, ദൈവിക ആരാധനയാണ്.
അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നല്ല ഇത് ചിന്തിക്കേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ അപ്രോപ്രിയേറ്റഡ് ആയിട്ട് ചെയ്യണമായിരുന്നു. ഏത് രീതിയിലും ആരാധനയ്ക്ക് വരാനും, ഏത് രീതിയിലും ഡ്രസ് ചെയ്യുവാനും, ഏത് രീതിയിലും ഓർഡർലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും ഒന്നും ആരാധനയിൽ അനുവാദമില്ല. കാര്യം ആരാധന വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കമ്മ്യൂണിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആരാധന, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്നതായിരിക്കണം. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാൾ ഒരു ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു ചിന്ത വരരുത്, ഇത് അവിടെങ്ങും ഇല്ലാത്ത കമ്മ്യൂണിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കാത്ത ഒരു ആരാധനയാണെന്നുള്ള ഒരു ചിന്ത വരരുത്. ഞാൻ പറഞ്ഞു കൺഫ്യൂസ്ഡ് ആക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത വാക്യത്തിലേക്ക് പോകാം. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകയാൽ മൂടുപടം ഇടേണ്ടതല്ല. സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്ന് അത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു ക്രിയേഷന്റെ ഓർഡർ പൗലോസ് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീയോട് മൂടുപടം ഇടാനായിട്ട് പറയുന്നത്? കാര്യം സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. അപ്പൊ ആ ഒരു ഡയറക്ഷൻ ഓഫ് ഗ്ലോറി ഇവിടെ പറയുന്നു. ഒന്ന് ഗോഡ്, മാൻ, വുമൺ, പിന്നെ ബാക്ക് ടു ഗോഡ് ഇൻ വർഷിപ്പ്. അപ്പം ഈ ഒരു ഓർഡർ നിന്നുകൊണ്ടാണ് ഇതൊരു തിയോസെൻട്രിക് ആയിട്ടുള്ള ഒരു ഓർഡറാണ് ഇവിടെ പറയുന്നത്. അപ്പം പക്ഷെ അറ്റ് ദ സെയിം ടൈം പുരുഷനും സ്ത്രീയും ഒരുപോലെ കർത്താവിന്റെ ഇമേജ് ബെയറാണ്. നമ്മളെ പുരുഷനായാലും സ്ത്രീ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് പ്രസംഗിക്കാനും പ്രോഫസൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അധികാരവും അവകാശവും ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്നു, ആദിമസഭ ഉണ്ടായിരുന്നു. അതേ പാറ്റേൺ തന്നെയാണ് ഇന്ന് നാം ഫോളോ ചെയ്തു വരുന്നത്. അപ്പം പുരുഷനായാലും സ്ത്രീ ആയാലും കർത്താവിന്റെ തേജസ് വഹിക്കുന്നവരാണ്, ഇമേജ് ബെയറാണ്, അവന്റെ സാദൃശ്യത്തിലാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പൗലോസിന്റെ വർഷിപ്പ് അതൊരു തിയോളജിക്കലി ബേസ്ഡ് ആയിട്ടുള്ള, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നാം ഫോളോ ചെയ്യണമെന്ന് പൗലോസ് അവിടെ പറയുന്നത്. 10ാമത്തെ വാക്യം വായിച്ചു. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവസഭയിലെ ആരാധന എത്രത്തോളം സീരിയസ് ആണെന്നുള്ള കാര്യം പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾ മാത്രമല്ല, അവിടെ ദൂതന്മാരും കൂടെ ആരാധനയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പിരിച്വൽ ഉള്ളമുണ്ട്. ഇതൊരു സ്പിരിച്വൽ ബീയിങ്ങും ഹെവൻലി ബീയിങ്സും ഈ ആരാധനയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ആരാധനയിൽ വരുമ്പോൾ വളരെ സീരിയസ് ആയിരിക്കണം എന്നുള്ളത്. ഇത് നമുക്ക് ആപ്ലിക്കേഷൻ സൈഡിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മളിവിടെ വരുമ്പോഴേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, പിള്ളേർ കളിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ കളിപ്പിക്കാൻ പോകുന്നു. ഞാൻ ഒരിടത്ത് ഞാൻ കണ്ട ഒരു കാര്യം, കൊണ്ടുവന്നപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ, ആരാധനയ്ക്ക് വന്നിരുന്നപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തേക്കുന്ന ക്രിക്കറ്റ് ബോൾ കൊടുത്തേക്കുക. ഇനി അതുകൊണ്ട് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പോലും ഒരു ബോധമില്ലാതെ ഉള്ള ഒരു ക്രമീകരണം വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ വളരെ പ്രാക്ടിക്കൽ സൈഡിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. നമ്മുടെ എവറി പോസ്ചർ, ആറ്റിറ്റ്യൂഡ്, ആക്ഷൻ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് വരുമ്പോൾ നാം അതുപോലെ മാന്യമായ ഡ്രസ്സും അതുപോലെ ഒരു ഭയവും നമ്മുടെ അകത്ത് കാണണം. നാം കൂടി വരുമ്പോൾ നാം മാത്രമല്ല കൂടെ വരുന്നത്, സ്വർഗവും ദൂതന്മാരും ഒക്കെ ആരാധനയിലുണ്ട്, അതിൻ്റെ പാർട്ടാണ് ഇത് പൗലോസ്. അതുകൊണ്ടാണ് ഹി ട്രൈ ടു എലിവേറ്റ് ദ ഗ്രാവിറ്റി ഓഫ് കോർപ്പറേറ്റ് വർഷിപ്പ് ബിയോണ്ട് മിയർ ഹ്യൂമൻ ഗ്യാതറിംഗ്. അതൊരു
ആൾക്കാർ കുറച്ച് കൂടി വരുന്നു. ഇതേ നമ്മൾ കാണുന്നുള്ളെങ്കിലും അദൃശ്യ ലോകത്തിൽ അതിന് വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു റെവറൻസ് നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. 11-12 വാക്യങ്ങൾ. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്നും ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. എല്ലാത്തിനെയും ക്വാളിഫൈ ചെയ്യുന്ന ദൈവമാണ്. ഇതൊരു തിയോളജിക്കൽ ക്ലൈമാക്സ് ആണ്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പൗലോസ് ഇതിന്റെ ഒരു എൻഡ് പറയുന്നത്, ആകയാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും കാരണഭൂതൻ കർത്താവാകുന്നു, ദൈവമാകുന്നു. ഇതൊരു മ്യൂച്വൽ ഡിപ്പെൻഡൻസി ന്യൂ ക്രിയേഷൻ പാറ്റേണിലുണ്ട്. ഇതെല്ലാം സെയിം അല്ല. ഭാര്യ ഡിഫറെൻ്റ് ആണ്, ഭർത്താവ് ഡിഫറെൻ്റ് ആണ്, കുഞ്ഞുങ്ങൾ ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ഡിഫറെൻറ്റ് റോൾസ് ആണ് ദൈവസഭയിലുള്ളത്. പക്ഷെ ഇതെല്ലാം ഡിപ്പെൻഡഡ് ആണ്. ദ മ്യൂച്വൽ ഡിപ്പെൻഡൻസി ഇൻ ന്യൂ ക്രിയേഷൻ പാറ്റേൺ, നോട്ട് സെയിംനെസ് ബട്ട് പ്രൊഫൗണ്ട് ഇന്റർ കണക്ഷൻ. അതാണ് പൗലോസ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. അടുത്ത വാക്യത്തിലേക്ക് പോകാം. 13-16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ തന്നെ വിധിപ്പീൻ. സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നുവെന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. 2 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഒന്ന്, അവിടുത്തെ ഇതൊരു കൾച്ചറൽ ബേസ് ആയിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. അപ്പൊ ഇവിടെ എല്ലാ സഭകളും ദൈവസഭകൾക്കുള്ള ഒരു മര്യാദയാണ് പൗലോസോട് പറയുന്നത്. ഒരു സഭ മാത്രം സെപ്പറേറ്റ് ഒന്നും അല്ല. എല്ലാ സഭകളിലും ഉണ്ടായിരുന്ന അതേ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതാണ് പൗലോസ് ഈ കൊരിന്ത്യ സഭയോടും പഠിപ്പിക്കുന്നത്. അതൊരു പക്ഷേ അന്നത്തുള്ള ചുറ്റുപാടിൽ, അന്ന് ഈ യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് പലപ്പോഴും ഈ സഭകൾക്ക് മറ്റ് സഭകളിൽ എന്ത് നടക്കുന്നു, അവിടുത്തെ ആരാധന എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലാഞ്ഞത് കൊണ്ടായിരിക്കാം പൗലോസ് ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സഭകളിലെ എഴുതി പഠിപ്പിക്കുന്നത്. അതേസമയം തന്നെ പൗലോസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, എനിക്ക് നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും പ്രശംസയുണ്ട്. കാര്യം പൗലോസ് അന്ന് അവരുടെ കൂടെ വർഷങ്ങൾ താമസിച്ചപ്പോൾ അവരെ പഠിപ്പിച്ച പല പാറ്റേൺസും അവരങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. ആ കാര്യത്തിൽ പൗലോസ് അവരെ പ്രശംസിക്കുന്നു. അപ്പോൾ അതിനകത്ത് 2 എററിനെ കുറിച്ചാണ് പൗലോസ് അവരോട് പറയുന്നത്. മേക്കിംഗ് ഹെഡ് കവറിംഗ് ആൻഡ് യൂണിവേഴ്സൽ ബൈൻഡിങ് റൂൾ, ഇഗ്നോറിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓണറബിൾ വർഷിപ്പ് എൻറ്റയർലി. ഇതിന്റെ എല്ലാം കൂടെ ഒരാകെ തുക നമ്മുടെ ലൈഫിൽ പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ നാം ആരാധനയ്ക്ക് വരുമ്പോൾ ആ ഒരു സീരിയസ്നെസ്സോടുകൂടെ ആരാധനയ്ക്ക് വരിക. ഓരോ കൾച്ചറിനനുസരിച്ച്, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവിടെയുള്ള ദൈവസഭയ്ക്കുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതിനകത്ത് ആ ഒരു പാറ്റേണിൽ, ആ ഒരു സിസ്റ്റത്തിൽ നാം ദൈവത്തെ ആരാധിക്കുക. ഇവിടെ പറഞ്ഞതുപോലെ ആരെങ്കിലും അതിനകത്ത് തർക്കിക്കാൻ വരുവാണെങ്കിൽ, അങ്ങനെ എഴുതിയിട്ടുണ്ടോ, ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ, അതെന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, ഷോർട്ട് ഇട്ടുകൊണ്ട് എന്തുകൊണ്ട് വന്നുകൂടാ, അല്ലെങ്കിൽ അത് ഇട്ടുകൊണ്ട് എന്തുകൊണ്ട് വന്നുകൂടാ എന്നൊക്കെ ചോദിച്ചാൽ പൗലോസ് ഇവിടെ പറയുന്ന വളരെ ഒരു കാര്യമാണ്, അതൊന്നും തർക്കിക്കേണ്ട ഒരു വിഷയമല്ല. അങ്ങനെയുള്ള വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കും ഇല്ല എന്ന് ഓർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയം നിർത്തട്ടെ. അടുത്ത ഭാഗം നാം 17 തൊട്ട് നാം വായിക്കുന്നത് കർത്തൃമേശയെക്കുറിച്ചാണ്. അതിൻ്റെ വശങ്ങളെക്കുറിച്ച്, അതിനകത്ത് വന്നിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയായിരുന്നു കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം നല്ല അറിവുണ്ടായതുകൊണ്ട് വളരെ പെട്ടെന്ന് പോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം കർത്തൃമേശയെക്കുറിച്ചൊക്കെ എല്ലാ കർത്തൃമേശ നടക്കുമ്പോഴും ദൈവദാസന്മാർ പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. 17 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ.
ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. ഒന്നാമത്, നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്ന ഭക്ഷണങ്ങളും ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ വാക്യത്തിന് പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ കൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ കൊരിന്ത്യ സഭയില് ഏറെക്കുറെ അവരനുകരിച്ചു പോകുന്ന ആ ഒരു പാറ്റേൺ ഒക്കെ അവർ ഫോളോ ചെയ്യുന്നു എന്ന് പൗലോസിന് വളരെ സന്തോഷത്തോടുകൂടെ അവരെ പുകഴ്ത്തി പറയുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ 17ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വളരെ കംപ്ലീറ്റ് യൂട്ടേൺ ആണ് നാം അവിടെ കാണുന്നത്. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്ക് അത്ര ഇടയാകുന്നു, ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? നമ്മുടെ കൂടി വരുന്നത് നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ടും അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുമാണല്ലോ കൂടി വരുന്നത്. അപ്പൊ ഈ കൊരിന്ത്യ സഭ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിലെ, സത്യം പറഞ്ഞാൽ എല്ലാവരും ഇന്നേ ഇറ്റ്സ് എ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നാം ചെയ്യുന്നത്, അല്ലേ? പക്ഷെ അവിടെ വളരെ സീരിയസ് ആയ ഒരു കാര്യം പൗലോസ് പറയുന്നു, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നന്മയ്ക്കല്ല തിന്മയ്ക്കായ അത്രേ ഇടയാകുന്നത്. ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം, അല്ലേ? നമ്മുടെ കൂടിവരവുകളും നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നതും ഒക്കെ അതൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചല്ലേ നാം ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഒരു തിന്മയ്ക്കായിട്ട് മാറുമെന്ന് ചിന്തിച്ചാൽ ആരെങ്കിലും അതിനകത്തോട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് തുനിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിലും നാം ഈ ചെയ്തു കൂട്ടുന്നതും ഈ പറഞ്ഞു കൂട്ടുന്നതും ഒക്കെ എന്തിനാന്നുള്ള ഒരു ബോധ്യം നമ്മളെ ഭരിക്കുന്നത് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ദൈവസഭകളും ദൈവദാസന്മാർ, വിശ്വാസികളെന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ അത് അവരുടെ ജീവിതത്തിൽ തിന്മയ്ക്കായിട്ട് ഭവിച്ചാൽ അതെത്ര വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പൗലോസ് അതാ പറയുന്നത്, ഇതൊരു മാക്സിമം ഒരു സിവിയറിറ്റി, മാക്സിമം സീരിയസ് ആയിട്ട് ഈ കാര്യം ആൾക്കാർ കൺസിഡർ ചെയ്യണം. അപ്പൊ അതിൻ്റെ അവിടുത്തെ ഉള്ള പശ്ചാത്തലം ഒന്ന് പറയാം. ഇപ്പം അവരുടെ ഡിന്നർ കസ്റ്റം, റോമൻ ഡിന്നർ കസ്റ്റം അനുസരിച്ച് വെൽത്തി ഗസ്റ്റ് അവരാണ് ഫസ്റ്റ്. അപ്പൊ ആ ഒരു സ്ട്രക്ചറിനെയാണ്, ആ ഒരു സ്ട്രക്ചർ ഇവര് ദൈവസഭയിലും ഇമ്പോർട്ട് ചെയ്യുവാനായിട്ടിടയായി. ദൈവസഭയുടേതായ കുറച്ച് കൾച്ചറുകളൊക്കെ ഉണ്ട്. പൗലോസ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളത് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. ദൈവസഭയില് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് പാരമ്പര്യമായിട്ട് നാം ഫോളോ ചെയ്യുന്നതൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ കൾച്ചറിൻ്റെതായ ചില കാര്യങ്ങൾ അവർ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നത് അവരോട് പറഞ്ഞു, നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെയൊക്കെ സഭകളിൽ ഈ കർത്തൃമേശയുടെ ദിവസങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്, പല ചർച്ചകളിലുണ്ട്, പല ചർച്ചകളിലില്ല. എന്നാലും കർത്തൃമേശയുടെ ദിവസങ്ങളിൽ ഫുഡിന്റെ ഒരു ക്രമീകരണങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നത് പലപ്പോഴും എല്ലാ ചർച്ചിലുള്ള മെമ്പേഴ്സും കൂടി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് അവർ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് ഒരു ഫുഡ് കഴിക്കുന്നതിലുപരിയായിട്ട് ഇതൊരു സ്നേഹ വിരുന്നാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഫെലോഷിപ്പിന്റെ ഒരു പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിലുള്ളത് അന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവരുന്നതല്ല. അതിലെല്ലാം ഉപരിയായിട്ട് ഇതൊരു ഫെലോഷിപ്പിന്റെ പാർട്ടാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പം ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അതിനകത്ത് വളരെ ഒരു ഡിവിഷൻ ഉണ്ട് എന്ന് തോന്നിയാൽ, എന്ന് പറഞ്ഞാൽ പണക്കാരന് ആദ്യം കൊടുക്കുന്നു, പാവപ്പെട്ടവന് പിന്നെ കൊടുക്കുന്നു, ചിലർക്ക് കൊണ്ടുവരാത്തവർക്ക് കൊടുക്കാതിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇങ്ങനെ ദൈവസഭയിൽ നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ഇടയിലൊന്നും അങ്ങനെയുള്ള പ്രോബ്ലം ഇല്ല. അതിനെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഇപ്പൊ ഇവിടെ ഡിവിഷനും ഫേവററ്റിസവും ഒക്കെ ഉള്ള ഒരു ചർച്ചാണ് ഇത് ചർച്ച്. അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം ആലോചിക്കണം, ഇവർക്ക് കൃപാവരങ്ങൾക്ക് ഒരു കുറവുമില്ല. അവരുടെ ആരാധനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സുഖം കുനിഞ്ഞു നോക്കുന്ന ആരാധനയാണ്, ദൈവ സാന്നിധ്യമുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇടയിൽ ചിലര് കാശില്ലാത്തവര് അവര് പട്ടിണിയായിട്ട് തിരിച്ചു പോവുക, അവർക്കൊന്നും കഴിക്കാനായിട്ട് കിട്ടുന്നില്ല. ഹല്ലേലൂയ. അതാണ് 20-ാമത്തെ വാക്യത്തില് നാം വായിക്കുന്നത്, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഓ പ്രൈസ് ഗോഡ്. വായിക്കാം 20-ാമത്തെ വാക്യം. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചുമിരിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങളുടെ വീടുകളിലില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. അപ്പം ആലോചിച്ച് നോക്കണേ, ഈ അവിടെ അവര് കൊണ്ടുവരിക, ഇവിടെ സ്നേഹവിരുന്നൊന്നും അല്ലാതെന്ന് തോന്നുന്നു. അവര് കൊണ്ടുവരുന്നവര് അവർ തന്നെ കഴിക്കുകയായിരുന്നു. ഓരോരുത്തർ അവരവരുടെ ഭവനത്തിൽ നിന്ന് കഴിക്കാതെ ഇവിടെ കൊണ്ടുവരുന്നു, മീറ്റിംഗ് കഴിയുന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ കർത്തൃമേശയ്ക്ക് മുമ്പിട്ട് അവര് ആഹാരം കഴിക്കുന്നു. അതിനകത്ത് ഒരുവൻ കഴിക്കുന്നു, ഒരുവൻ കഴിക്കാതിരിക്കുന്നു. ഇപ്പൊ പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ഭവനമില്ല. ഒരു പരിഹാസ രൂപേണയാണ് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കും ഭവനമില്ലേ, അവിടെ ഇതിന് കഴിച്ചാൽ പോരാ, എന്തിന് ഇവിടെ കൊണ്ടുവന്ന് ഈ കഴിക്കാനില്ലാത്തവനെ ലജ്ജിപ്പിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ചു ഇല്ലാത്തവനെ ലജ്ജിപ്പിക്കുന്നുവോ? അപ്പൊ ദൈവത്തിന്റെ സഭയെ ഒരിക്കലും തുച്ഛീകരിക്കരുത്. ദൈവത്തിന്റെ സഭയെ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. അവിടെ ഉള്ള സംസാരങ്ങൾ, അവിടെയുള്ള ആറ്റിറ്റ്യൂഡ്, അവിടെയുള്ള ബിഹേവിയേഴ്സ്, മാനേഴ്സ് എല്ലാം മാറ്റേഴ്സ് ആണ്. ഹല്ലേലൂയ. നാം കൂടി വരുമ്പോൾ അപ്പം നുറുക്കുമ്പോഴും അതിനകത്തും വളരെ അതാ പറയുന്നത്, ഇത് ദൈവത്തിന്റെ മേശയല്ല. പൗലോസ് പറയണ, നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ അവിടുത്തെ കൾച്ചർ പോലെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന്റെ ആ ഡിസോർഡർ പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നു. അതിന്റെ സീരിയസ്നെസ്സും പൗലോസ് ഇവിടെ വരച്ച് കാണിക്കുന്നു. നമ്മുടെ ലൈഫിലും നാം കൂടി വരുമ്പോൾ ഇതൊന്നും നാം ഒരുപക്ഷെ വെളിയിൽ കാണിക്കത്തില്ലായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിനകത്തെങ്കിലും ഇതുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ നാം കൺസിഡർ ചെയ്യണം. പൗലോസ് പറയുന്ന ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. 23-ാമത്തെ വാക്യം. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒരു 4 ഡയമെൻഷണൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിരിക്കുന്ന 23 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് ഇത് നമുക്കെല്ലാം അറിയാം, ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്കറിയാം. ഇത് ചെയ്യുവാനായിട്ട് ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഓർഡിനൻസ് ആണ്. ദൈവസഭയ്ക്കുള്ള 2 ഓർഡിനൻസിൽ ഒരു ഓർഡിനൻസ് ആണ് കർത്തൃമേശ എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഇതിനകത്തൊരു 4 ഡയമെൻഷണൽ ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ക്രൂശിനെ സംബന്ധിച്ച്, ദൈവസഭയെ സംബന്ധിച്ച് ഹിസ്റ്റോറിക്കലി ക്രോസിനെ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നു. കർത്താവിന്റെ ക്രൂശ് ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങളും വിടുതലും എല്ലാം സംഭവിച്ചത്. കർത്താവിന്റെ ക്രൂശാണ് നമ്മളെ വിടുവിച്ചത്. 2, ഇത് പറയുന്നത് ഇതൊരു നൊസ്റ്റാളജി ആയിട്ടല്ല ഇവിടെ പറയുന്നത്, ഇതിനെ നാം ഒരു മെമ്മോറിയൽ ആയിട്ട്, നമ്മളിതിനെ മറക്കരുത്, നമ്മളിതിനെ ഒരു റിമെമ്പറായിട്ട് ഇതിനെ ഓർക്കണം. ഇതിനെ ഓർക്കുന്നതാണ് ഈ കമ്മ്യൂണിയൻ കാണിക്കുന്നത്. 3, ഇതിനകത്തൊരു
കമ്മ്യൂണിയൽ ഉണ്ട്, ഇതൊരു കമ്മിങ് ടുഗദർ ഉണ്ട്. നമ്മുടെ ഭവനത്തിലിരുന്ന് ഈ കർത്തൃമേശ കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇത് കൂടി വരുമ്പോഴുള്ള ഒരു കാര്യമാണ് ഈ കമ്മ്യൂണിയൻ, കൂടി വരുമ്പോഴുള്ള കാര്യമാണ് കർത്തൃമേശ. നാലാമത്തെ കാര്യം, ഇത് വിളിച്ചറിയിക്കുന്ന മറ്റൊരു കാര്യം, കർത്താവ് ഇനിയും വന്നിട്ടില്ല, അവൻ വരും. അപ്പം until he comes we follow, we remember this, we do this. ഇത് കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ 25-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം കൂടെ കാണുന്നു. ഇത് പാനപാത്രം എടുത്ത് ഇത് രക്തത്തിന് പുതിയ നിയമമാകുന്നു. ഒരു പഴയ നിയമം ഉണ്ടായിരുന്നു, ആ പഴയ നിയമം ഫോളോ ചെയ്യുവാനായിട്ട് ജനത്തിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ വ്യവസ്ഥയിൽ നിന്ന് ജനം മാറിപ്പോയി. 613 കൽപ്പനകൾ അതിനെ അനുസരിക്കുവാനും അത് അവരുടെ ജീവിതത്തിൽ പല പ്രാവശ്യം ഒരു തീരുമാനമൊക്കെ എടുത്തു, ഞങ്ങൾ ഇതനുസരിച്ച് ജീവിക്കുമെന്നൊക്കെ തീരുമാനമെടുത്തെങ്കിലും അതനുസരിച്ച് ജീവിക്കുവാൻ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കർത്താവ് അവർക്ക് വേണ്ടി ഒരു പുതിയ കൽപ്പന ഉണ്ടാക്കുക. ഇതൊരു റിലേഷണൽ ബേസ് കൽപ്പനയാണ്. കർത്താവിനെ ഒരു സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്ന ദൈവവേദലിന് ഇതിനകത്തൂടെ ഇതിനെല്ലാം ഓവർകം ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രത്യേക ഗ്രേസിൽ ദൈവം നടത്തുന്ന ഒരു പുതിയ കൽപ്പന, ഒരു പുതിയ ഉടമ്പടി. ആ ഒരു ഉടമ്പടിയാണ് ഇവിടെ നാം കാണുന്നത്. ആ 26-ാമത്തെ വാക്യത്തില് അങ്ങനെ നിങ്ങൾ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. Until he comes, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കർത്താവിന്റെ വരവിനെ നോക്കുന്ന, കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഇതെല്ലാം ഈ കമ്മ്യൂണിയനിലൂടെ ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ അകത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയ ലോങ്ങിങ് ഉണ്ടാകണം. കർത്താവ് വരുവോളം ഞാനിത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെ നോക്കി പാർക്കുന്ന ഒരു ജനമാണ് കർത്താവ് വേർതിരിച്ച ദൈവസഭ. ഹല്ലേലൂയ. അല്ലാതെ മാസത്തിലൊന്ന് നമുക്കിത് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ആഴ്ച ഇത് ചെയ്യണം എന്നുള്ള ഒരു രീതി ചെയ്യുന്നവരായിട്ടല്ല, കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നു. ഓരോ പ്രാവശ്യവും ഈ കർത്തൃമേശ എടുക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ചിന്ത വേണം, കർത്താവെ നീ ഇനിയും വന്നിട്ടില്ല, അടുത്ത പ്രാവശ്യം ഞാൻ കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് കർത്താവ് വരുമോ? ആ ഒരു ലോങ്ങിങ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഈ കർത്തൃമേശയുടെ സന്നിധിയിലൊക്കെ, കർത്തൃമേശയിലോട്ടൊക്കെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ചിന്തകൾ ഒക്കെ മാറുവാനായിട്ട് ഇടയാകും. ആ കമ്മ്യൂണിയനും ബന്ധവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ഡയമെൻഷനിലേക്ക് മാറുവാനായിട്ട് ഇടയാകും. 27-29 വരെയുള്ള വാക്യങ്ങൾ. ഞാനിത് പെട്ടെന്ന് പോകുന്നത് ഇത് പല പ്രാവശ്യം നാം ചിന്തിച്ചിട്ടുള്ളതും ദൈവസഭയിൽ വായിച്ച് കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവിടെ വർക്ക്ലി എന്ന് പറയുന്നത് ഒരു ആഡ്വർബായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ പെർഫെക്ഷനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവസന്നിധിയിൽ ഒരു നല്ല മനസ്സാക്ഷി നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മളെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ഭാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. കർത്തൃമേശയിലേക്ക് കരങ്ങളെ നീട്ടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. മറ്റേത് രണ്ടാമത്തെ പോയിന്റ്, ആ ബിലീവേഴ്സ് കം ബൈ ഗ്രേസ്. നമ്മുടെ ജീവിതത്തിലുള്ള അൺറിസോൾവ്ഡ് ആയിട്ടുള്ള സിൻ, അതൊക്കെ പലപ്പോഴും അത് വളരെ ഡേഞ്ചറസ് ആണ്. അതൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനായിട്ട് കഴിയണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബോഡിയെ ഡിസേൺ ചെയ്യുവാനായിട്ട് കഴിയണം. റെക്കഗ്നൈസിങ് ക്രൈസ്റ്റ് സാക്രിഫൈസ് ആൻഡ് ദ ചർച്ച് ആസ് ഹിസ് ബോഡി. അപ്പൊ നാം സഭയുടെ ഭാഗമാകുമ്പോൾ കർത്താവിന്റെ ശരീരത്തിന്റെ അംഗമായിട്ട് മാറുകയാണ്. അപ്പൊ അത് നമ്മുടെ അകത്ത് ആ ഒരു റെക്കഗ്നേഷൻ, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. നാലാമത് ഇവിടെ പറയുന്നത് സെൽഫ് എക്സാമിൻ ചെയ്യണം.
മറ്റുള്ളവരല്ല നമ്മളെ എക്സാമിൻ ചെയ്യേണ്ടത്. നമ്മുടെ അകത്ത് നമ്മുടെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്യണം. നിങ്ങളെ തന്നെ വിധിച്ചാൽ നിങ്ങൾ ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല. അപ്പൊ നമ്മളെ തന്നെ കർത്തൃമേശയ്ക്ക് മുമ്പിട്ട് വിധിക്കുവാനായിട്ട്, നമ്മെ തന്നെ ഒന്ന് എക്സാം ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിയണം. കൺഫസ് സിൻ ആൻഡ് റീകൺസിൽ റിലേഷൻഷിപ്പ് വെറെവർ പോസിബിൾ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ റീകൺസിൽ ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നിടത്തോളം ആ ഒരു വിഷയത്തിനകത്ത് നമുക്കൊരു ക്രമീകരണം വരുത്തുവാനായിട്ട് ഇടയാകണം. 30-32 വാക്യങ്ങൾ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടത് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഇവിടെ പറയുന്നത് സിക്നസ് ആൻഡ് ഡെത്ത്. പ്രൈസ് ഗോഡ്. സിക്നസ് ആൻഡ് ഡെത്ത്. എന്തിനാണ് ഇത് പറയുന്നത്? ഇത് കോൺസിക്വൻസസ് ഓഫ് ഇതൊരു സീരിയസ് കവനന്റ് ബ്രേക്കിംഗ് ആണ്. ഈ കാലഘട്ടത്തിൽ എത്രത്തോളം ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ദൈവമക്കള് മനസ്സിലാക്കണം. ദൈവസഭയും ഈ കമ്മ്യൂണിയനും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ലൈറ്റാക്കി എടുക്കരുത്. ഇന്ന് ദൈവത്തിന്റെ മഹാകരുണ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇതൊന്നും ഏൽക്കാതെ നാം മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ കരങ്ങളെ നീട്ടുമ്പോഴും നമ്മളെ തന്നെ ഒന്ന് കണ്ടുണരുവാനായിട്ട് ഇടയാകണം. പൗലോസ് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ആൾക്കാരെ പേടിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ഡിവൈൻ ഡിസിപ്ലിൻ ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സിക്നസ് ആൻഡ് ഡെത്ത് ഓൾ മെൻഷൻസ് ആർ കോൺസിക്വൻസസ് ഓഫ് സീരിയസ് കവനന്റ് ബ്രേക്കിംഗ്. അതിന്റെ എങ്ങനെയാ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രോആക്റ്റീവായിട്ട് സെൽഫ് ജഡ്ജ്മെന്റ്. നമ്മളെ തന്നെ വിധിച്ചാൽ നാം ആ ഡിവൈൻ ജഡ്ജ്മെന്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. നമ്മളെ തന്നെ ജഡ്ജ് ചെയ്താൽ മാത്രം പോരാ, ആ വിഷയത്തിന്റെ മേല് ഒരു വീണ്ടെടുപ്പും ആ വിഷയത്തിന്റെ മേലൊരു ക്രമീകരണം കൂടെ ചെയ്യുവാനായിട്ട് ഇടയാകണം. അപ്പൊ ലോകത്തോടു കൂടെ വിധിക്കപ്പെടുവാൻ വേണ്ടിയിട്ടല്ല ദൈവം ദൈവസഭയെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ലാസ്റ്റ് 33-34 വാക്യങ്ങളൂടെ വായിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ഇവിടെ വെയിറ്റ് ഫോർ ഓൺ അനദർ. റൈറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻക്ലൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ആക്റ്റീവ് പോസ്റ്റർ ഓഫ് വെൽക്കമിങ് ആൻഡ് ഇൻക്ലൂഷൻ. അപ്പം ദൈവസഭയില് ഒരു വ്യക്തിയെ നാം ഇൻക്ലൂഡ് ചെയ്യുന്നവരായിരിക്കണം, എക്സ്ക്ലൂഡ് ചെയ്യുന്നവരായിരിക്കരുത്. അതാണ് പൗലോസ് കഴിഞ്ഞ 8, 9, 10 അധ്യായങ്ങളിലും തൻ്റെ ജീവിതത്തിൽ തൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണ്, ഒരുവൻ വിശന്ന് വരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരുവൻ വിശന്നിരിക്കുന്നെങ്കിൽ അവനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ ഇടയിൽ കാണണം. ഇതൊരു പക്ഷേ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. നാം ആ കാര്യങ്ങളിലൊക്കെ മനസ്സ് വയ്ക്കുകയും ആ കാര്യങ്ങളിലൊക്കെ വളരെ ഡിലിജൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. എങ്കിലും നമ്മുടെ അകത്തും ഇനിയും മറ്റുള്ളവരെ എത്രത്തോളം നാം മറ്റുള്ളവരെ ടോളറേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ചിന്തിക്കണം. പലപ്പോഴും പല കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ മാറ്റി നിർത്താറുണ്ട്. അത് നമുക്ക് തോന്നിയില്ലെങ്കിലും വെളിയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യുവാനായിട്ട് ഇടയാക്കും. നമ്മൾ എത്രത്തോളം ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഭക്ഷണ കാര്യത്തിലൊക്കെ നമ്മൾ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്നെങ്കിലും പലപ്പോഴും ആ കാര്യങ്ങളിലൊക്കെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരാനുണ്ടെന്നുള്ള ഒരു സത്യമാണ്. അപ്പോൾ ഇതോടുകൂടെ ഈ വാക്യങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ആരാധനയിൽ എത്രത്തോളം നാം സീരിയസ് ആണെന്നുള്ള കാര്യങ്ങൾ, പല ക്രമീകരണങ്ങളെ കുറിച്ച് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അത് അന്നത്തെ പശ്ചാത്തലത്തിലും അന്നത്തെ കോൺടെക്സ്റ്റിലുമാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ പശ്ചാത്തലത്തിലും അനേക കാര്യങ്ങൾ ഒരുപക്ഷെ ആ പറഞ്ഞതായിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ക്രമീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള അനേക കാര്യങ്ങളുണ്ട്. നാം കൂടി വരുമ്പോൾ എത്രത്തോളം ഈ സീരിയസ് ആയിട്ട് നാം ആരാധനയെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ കർത്തൃമേശയിൽ നാം ഭാഗമാകുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനുദിനം
നമ്മളെല്ലാം പുതുക്കപ്പെടേണ്ടവരായിരിക്കണം. കർത്താവിന്റെ ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് ആണെന്നോ ഒന്നും അല്ല പറഞ്ഞത്. എന്നാലും അനുദിനം നാം കർത്താവിനോട് കൂടുതൽ അടുക്കുന്നവരായിട്ട് മാറണം. അതാണ് പൗലോസ് ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികളാകുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളൊരു നല്ല മാതൃകയാകുവാനായിട്ട് ഇടയാകും. നിങ്ങൾ പോയി എന്നെ അനുകരിക്കുമെന്ന് പറഞ്ഞില്ലേ പോലും അവർക്ക് മനസ്സിലാകും അദ്ദേഹത്തിനെ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ്, അനേകർ നിങ്ങളെ അനുകരിക്കുവാനായിട്ട് ഇടയാകും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. എൻ്റെ ലൈഫ് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാനായിട്ട് കഴിയണം. എന്നെ അനുകരിക്കൂ. എൻ്റെ പ്രാർത്ഥനാ ജീവിതം അല്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതം, എൻ്റെ എല്ലാ മേഖലകളിലും എന്നെ മറ്റുള്ളവർക്ക് അനുകരിക്കുവാനായിട്ട് കഴിയും. ആ ഒരു വലിയ ചലഞ്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കട്ടെ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റുന്നതായി മാറട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്നതായിട്ട് മാറട്ടെ. അനേകർക്ക് മാതൃകയുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.